ഇഷ്ടപ്പെട്ടു. പിന്നെ തിയേറ്ററിൽ മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണ്. പിന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ്. ടോവിനോന്റെ മറ്റുള്ള ഫിലിംസിനെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് മൂവി ആയതുകൊണ്ട് അടിപൊളിയാണ്. കൊള്ളാം. 2023 നമ്മുടെ മമ്മൂക്കയുടെ കണ്ണൂർ സ്ക്വാഡായിരുന്നെങ്കിൽ 2024 ടോവിനോയുടെ അന്വേഷിപ്പിൻ കണ്ടെത്തൽ എന്ന് പറഞ്ഞ ഈ ചിത്രമാണ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു കഥ എന്തായാലും നല്ല രീതിയിൽ തന്നെ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. സംവിധായകനായാലും അതേപോലെ ക്യാമറ വർക്കുകളെല്ലാം മ്യൂസിക്കായാലും എല്ലാ നടീനടന്മാരും അവരവരുടെ റോളുകളൊക്കെ ഭംഗിയൊക്കെ നല്ലൊരു വളരെ നല്ലതായിരുന്നു. വെരി എൻഗേജിങ്, ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. പിന്നെ നല്ല ട്വിസ്റ്റ് ഒരുപാടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ വരും. അങ്ങനെ പ്രഡിക്റ്റബിൾ ഒന്നും അല്ലായിരുന്നു. കൊള്ളായിരുന്നു. പോലീസ് സ്റ്റോറി കുറച്ച് നാടകത്തിന് ശേഷമാണല്ലോ മലയാളത്തിൽ വരുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? പോലീസ് സ്റ്റോറി ഈയിടയ്ക്ക് കുറച്ചുണ്ടല്ലോ, അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇത് നിൽക്കുന്നത്. ഇതുവരെ ഇറങ്ങിയ പോലീസ് സ്റ്റോറീസ് നല്ല ഡിഫറെൻ്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ ഞാനൊക്കെ യൂഷ്വലി അങ്ങനെ സീരിയസ് ആയിട്ടുള്ള മൂവീസ് കാണുന്നതല്ല. ബട്ട് നമുക്ക് ബോറടിക്കാതെ നമ്മളവിടെ പിടിച്ചു നിർത്തുന്ന ഒരു ടൈപ്പ് ഓഫ് മൂവിയാണ്. ഒരു ട്വിസ്റ്റ് ഉണ്ട്. അടിപൊളിയായിട്ട് എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട്. കാണേണ്ടതാണ്. ഡയറക്റ്റ്ലി വന്ന് കാണേണ്ട ഒരു സിനിമയാണ്. താങ്ക് യു. അതെ, വളരെ സന്തോഷം തോന്നുന്നു. വേറെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാണ് ഫസ്റ്റ് റിലീസ്. സോ നല്ലതായി തോന്നുന്നു. ഞാൻ ആ ടീമിൽ ഇൻവോൾവ് ആയെന്നും എനിക്കറിയില്ല എങ്ങനെയാണ്, ബാക്കി നിങ്ങളാണ്. ഇന്നിപ്പോൾ ഒരു ബിഗ് സ്ക്രീനിൽ പ്രേക്ഷകരോടൊപ്പം ഇരുന്ന് കണ്ടപ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഞാൻ അമ്മേൻ്റെ അച്ഛൻ്റെ കൂടെ പോയി കാണണമെന്നായിരുന്നു വിചാരിച്ചിരുന്നു. ബട്ട് അറ്റ് എൻ്റെ ഒത്തിരി കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ കൂടെ വന്നു. ബട്ട് ഹോപ്പ്ഫുള്ളി നന്നായെന്ന് വിശ്വസിക്കുന്നു. കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. കേട്ടോ, ഒരു കുറച്ചായി എന്ന് വെച്ചാൽ 4-5 വർഷമായി ചെയ്യുന്നു. അപ്പോൾ അടിപൊളിയായിരുന്നു. ടോബി ഒരു നല്ല എന്താ പറയുക, അങ്ങനത്തെ വന്ന് കാണുമ്പോൾ അയ്യോ എന്നുള്ള പ്രശ്നമൊന്നുമില്ല. ഫസ്റ്റ് 2 days തന്നെ വളരെ നീറ്റായിട്ട് പെരുമാറി. എന്ന് വെച്ചാൽ എനിക്കൊരു ഫ്രീഡം ആയിരുന്നു ചെയ്യാൻ. അപ്പോൾ എന്താ വളരെ വളരെ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് വൈസ് ഓക്കെയാണ്. പിന്നെ പ്രേക്ഷകരെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നുണ്ട്. കളർ ഗ്രേഡിങ് സൂപ്പർബാണ്. BGM സൂപ്പർബാണ്. ആസ് യൂഷ്വൽ എല്ലാവരും പെർഫോമൻസ് പൊളിയായിട്ടുണ്ട്. തിയേറ്ററിൽ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് ഇറങ്ങി പോകാൻ പറ്റിയ പടമാണ് അന്വേഷണം കിട്ടുന്നത്. നോ ഡൗട്ടായിട്ട് പറയാൻ പറ്റും. നല്ല പടം എന്ന് പറഞ്ഞാൽ സൂപ്പർ. എല്ലാവരും എനിക്കിപ്പോഴും ഈ 5-ാം പാതിര എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലായി. 5-ാം പാതിര അല്ല മലയാളം കണ്ട സൂപ്പർ ത്രില്ലർ ഫിലിം എന്ന് പറയുന്നത്. ഇത് ലാസ്റ്റ് ഇറങ്ങിയൊരു പടം പറയുമ്പോഴത്തേക്ക് 5-ാം പാതിര പറയായിരിക്കും. പക്ഷേ അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഒരു കാലഘട്ടത്തിൽ പറയുന്ന പടമാണ്. ഒരു 90 സംതിങ്ങിൽ പറയുന്ന പടമാണ്. പക്ഷേ ആ പഴയ കാലഘട്ടം പിടിച്ചേക്കുന്ന കളർ ഗ്രേഡിങ് അടിപൊളിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒരു ഇതിനും ബോറടിപ്പിച്ചിട്ടില്ല. ചില ഷോട്ടുകളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഡയറക്ടറാണേലും നല്ല ഹാർഡ് വർക്ക് ഉണ്ട്. അസൽ ടോവിനോ കിട്ടിയിരിക്കുന്ന ക്യാരക്ടർ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പോലീസ് ഓഫീസർ ഒരു രീതിയിൽ റോള് കൊണ്ടുവരാൻ എനിക്ക് തോന്നുന്നു. ടോവിനോ കഴിഞ്ഞിട്ട് ഇനി പൃഥ്വിരാജ് ഈ ഒരു 2 പേരെല്ലാം വേറെ ആരും ഉണ്ടാവില്ല. അതിൽ ടോവിനോ അടിപൊളിയായിട്ടുണ്ട്. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള പടമാണ് മനുഷ്യ മകനെ സന്തോഷമുണ്ട്. നന്നായിരുന്നു. അവരുടെ സിനിമ നന്നായിരുന്നു. എന്നെ അഭിനയത്തെ പറ്റി എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ മകൻ്റെ അവരുടെ എക്സ്പീരിയൻസ് നല്ലതാണ്. പ്രത്യേകിച്ചും ജീവിതത്തിൽ അപ്പനായി ഞാൻ സിനിമയിൽ അവരുടെ അപ്പനെ അഭിനയിക്കാറുള്ളത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എനിക്ക് സിനിമ വളരെ ഇഷ്ടപ്പെട്ടു. ഹോൾ മൂവി ലുക്സ് ഫുൾ വിത്ത് ലോട്ട് ഓഫ് ഗുഡ് ആർട്ടിസ്റ്റ്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വെരി ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ഇറ്റ്. അൺബിലീവബിൾ ആണ് ഇത്രയും നല്ല കാസ്റ്റിലൊക്കെ അഭിനയിക്കാന്ന് പറഞ്ഞാൽ. സോ യെസ്, ഇറ്റ് ഹാസ് came out really good. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ദ ഡയറക്ഷൻ, ദ സിനിമാറ്റോഗ്രഫി, എവറിത്തിങ് ലുക്സ് ഗുഡ്. വെരി എക്സൈറ്റഡ്. ഇതിനു മുന്നേ പോലീസ് വേഷങ്ങളായിട്ടുള്ള സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. എനിക്കിത് വൺ ഓഫ് ദി ഫേവറേറ്റ് ആയിരിക്കും. ഇത് എനിക്ക് ഇഷ്ടമായ ഒരു പോലീസ് ക്യാരക്ടറാണ്. ഹാസ് ഡൺ ദാറ്റ് ആക്ച്വൽ ഫീലിങ്സ് ഒക്കെ കാണിക്കുന്ന പോലീസുകാർ, സാധാ പോലീസുകാരൻ്റെ ഇമോഷൻസ് ഒക്കെ കാണിച്ച് ഹാസ് ഡൺ എ ഗ്രേറ്റ് ജോബ്. ഇതിൽ വളരെ വ്യത്യാസമുണ്ട്. ഇത് കുറച്ചുകൂടി പോലീസുകാരിൽ നിന്നുള്ള ഒരു സാധാ മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ഇതും എല്ലാം കാണിക്കുന്നുണ്ട് ഇതിൽ. ഷോയിങ് എവറി ഇമോഷൻസ്, വിച്ച് ഇസ് സംതിങ് he pulled off really good. Happy with it. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.